വീടുകൾക്കുള്ളിലും പൊതുസ്ഥലത്തും തൊഴിലിടത്തും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവ തുടർക്കഥ. ലൈംഗിക അധിക്ഷേപം ഉണ്ടായാൽ നീതി തേടി ഒരു സ്ത്രീക്ക് എവിടെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിനിരയായ സ്ത്രീ ഇപ്പോഴും ആ വലിയ ഞെട്ടലിലാണ്. മകനുമായി ഡോക്ടറെ കാണാനെത്തിയ 52-കാരിക്ക് നേരെയാണ് സമീപത്ത് നിന്നയാൾ ലൈംഗിക അതിക്രമം നടത്തിയത്. സമൂഹത്തിൽ സ്ത്രീ സുരക്ഷയില്ലെന്നും നിയമപരമായി പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തീരെ തുറന്നു പറയുന്നു. സംഭവശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഓർത്തോ വിഭാഗത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണാൻ നിന്ന സ്ത്രീക്ക് നേരെ പിന്നിൽ നിന്ന മധ്യവയസ്കനാണ് ലൈംഗികാതിക്രമവും നഗ്നതാ പ്രദർശനവും നടത്തിയത്. ക്യൂവിൽ നിന്ന് സ്ത്രീ പ്രതികരിച്ചതോടെ ഇയാൾ സംഭവസ്ഥലത്ത് നിന്ന് ഇറങ്ങിയോടി. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവമെന്ന് ഇരയായ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ക്യൂ നിന്ന കൂട്ടത്തിൽ എൻ്റെ പുറകിൽ ഒരു 40-50 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കി, ഇതെന്തുവാ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഒരടി കൊടുത്തു. പക്ഷെ പുള്ളിയുടെ ഫ്രണ്ട് ഫുള്ള് നനഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ ഓടുകയും ചെയ്ത്. ഓർത്തോ ഡോക്ടറെ കാണാൻ ക്യൂ നിന്നതാ. ഈ അനുഭവം എനിക്ക് ആദ്യത്തെ ജീവിതത്തിൽ എനിക്കിതിപ്പോ ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണ്. ആശുപത്രിക്കുള്ളിൽ വലിയ തിരക്കാണെന്നും സൗകര്യങ്ങളില്ലെന്നും ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നു. ബോധപൂർവം സ്ത്രീയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നാണ് ഇയാൾ അതിക്രമം നടത്തിയതെന്ന് ദൃക്സാക്ഷിയായ മറ്റൊരു സ്ത്രീയും വെളിപ്പെടുത്തി. അവിടെ ഒരു നമുക്ക് പറഞ്ഞു ഒരു എന്താ പറയുന്നത്, ഒരു ഡോക്ടർ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്നേ പറയത്തുള്ളൂ. ഒരു ചന്ത സിറ്റുവേഷനാണ് അവിടെ. അത് നമുക്ക് തുറന്നു പറയാൻ പറ്റും. കാരണം ഒരു സെക്യൂരിറ്റി ഇല്ല, ഒരു അറ്റൻഡർ ഇല്ല, ഒരു സ്റ്റാഫ് ഇല്ല അവിടെ നിയന്ത്രിക്കാൻ. വരുന്നവർക്ക് വരുന്നവരുടേതായ രീതിയാണ്. അവിടെ നടന്നില്ലെങ്കിലേ ഉള്ളൂ കുറ്റം. നമ്മളെ നിയന്ത്രിക്കാൻ ഒരു സ്റ്റാഫ് കാണുമല്ലോ അവിടെ, അതില്ല. ആശുപത്രി സൂപ്രണ്ടിന് ലൈംഗികാതിക്രമത്തിനിരയായ സ്ത്രീ വാക്കാൽ പരാതി നൽകിയെങ്കിലും നിയമപരമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നാണ് പ്രതികരണം. പോലീസ് സ്വമേധയാ കേസെടുത്താലും സഹകരിക്കാൻ കഴിയില്ലെന്ന് ഇരയായ സ്ത്രീ പറഞ്ഞു. അതേസമയം പരാതി കിട്ടിയില്ലെങ്കിലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.